എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മനോഹരമാക്കിയ ഓർമ്മകളുടെ അവശേഷിപ്പുകളാണ് കേട്ടോ ഈ കാണുന്ന മുട്ടായി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് കാളിമല എന്ന് വന്ന് മോളിൽ കയറിയപ്പോഴത്തേക്ക് മേടിച്ചതാണ് ഇവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ മുട്ടായിയുടെ വില എന്ന് പറഞ്ഞാൽ 2 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം നിങ്ങളുടെ ജീവിതത്തിനെയൊക്കെ മനോഹരമാക്കിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ? കൈ കിട്ടുന്ന പൈസയെ കൊണ്ടുപോയി പുളിമുട്ടായൊക്കെ വാങ്ങിച്ച് തന്നിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊരു സമയം. അന്ന് ഈ പുളിമുട്ടായിക്ക് എത്ര രൂപയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താണ് നോക്കട്ടെ. ഇപ്പോൾ ഇതിന് 2 രൂപയാണ് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് കാലം പുറകിലോട്ട് കൊണ്ടുപോകണം ഒരു ഓർമ്മ. പക്ഷേ ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തേൻ്റെ അത്ര ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ കൊള്ളാം. അതിനകത്ത് അവസാനം ഒരു ടെക്നിക്കുണ്ട് ഇതിൻ്റെ, അതിലാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ വരണത്. ഇതിങ്ങനെ ഇല്ല, ലാസ്റ്റ് ഇങ്ങനെ അവസാനം ഇങ്ങനെ എല്ലാ ഈ കവറിൻ്റെ അവിടെയും മുക്കിലും മൂലയിലൊക്കെ പറ്റിക്കുന്ന സമയത്ത് ഇതിനിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചവയ്ക്കും കേട്ടോ. ഇങ്ങനെ ചവച്ച് ഈ കവറിനകത്ത് നിന്ന് പെരുകിയിട്ട് പൊട്ടും. കവർ പൊട്ടിയിട്ട് ഈ സാധനം ഇങ്ങനെ വായിക്കാതെ തെറിച്ച് പോയി. മോനെ നക്കളാച്ചിയ, നിങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അന്ന് ഈ പ്ലാസ്റ്റിക് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളോ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ആർക്കും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം നമുക്ക് അതിൻ്റെ ധാരണ ഉണ്ടെങ്കിലും ആ പഴയ നൊസ്റ്റാൾജിയ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. പിന്നെ സിബബ് അവസാനം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കവർ ചുരുട്ടിയിട്ട് അതിനെ വെച്ച് ചവച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കൊണ്ടു കിടക്കണം. ബബിൾക്ക് കണക്ക് ഇങ്ങനെ കൊണ്ടു കിടക്കും ഈ പ്ലാസ്റ്റിക് കവർ അല്ലേ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങളൊന്നും പറയണ്ട. ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക.